ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. തക്കാളി കറി. അത് നമുക്ക് അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്ന 3 തക്കാളി, 3 പച്ചമുളക്, അരപ്പിലേക്ക് ആവശ്യമായ തേങ്ങ ചിരകിയത്, ജീരകം, നല്ല ജീരകമാണ്, അത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായ ചുവന്നുള്ളി, കറിവേപ്പില. ഇനി നമുക്ക് അരപ്പും തയ്യാറാക്കാം. കഷ്ണം റെഡിയാക്കിയിട്ട് വരാം. ഇതാ നമ്മുടെ അരപ്പും കഷ്ണമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണം വേവിച്ചെടുക്കാം. ഞാനിത് വേവിച്ചെടുക്കുന്നത് ഒരു മൺചട്ടിയിലാണ്. മൺചട്ടിയിലെ കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാമ്പാറും അവിയലും തോരൻ കറി എല്ലാം തന്നെ മൺചട്ടിയിലൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിനി കഷ്ണങ്ങൾ വേവിച്ചിട്ട് വരാം. അതിനായി ഞാൻ മൺചട്ടി അതിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് ആവശ്യമായ വെള്ളവും ഇതിനകത്ത് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് വേവാൻ വേണ്ടി. നമുക്കിത് ഒന്ന് ആവി കയറി വെന്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഓൾറെഡി അരപ്പിലിട്ടുകൊണ്ട് ശകലം ഇട്ടാൽ മതി. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനെ കഴിഞ്ഞും കുറവാണ് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത്, കാരണം അരപ്പിൽ ഓൾറെഡി ഇട്ട് കൊടുത്തുകൊണ്ട്. നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ച് ഒരാവി കൂടി കയറിയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഈ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർത്തതിൽ ഉപ്പ് കുറവായിരുന്നു, കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കടുവെടുത്ത് ഇതിനകത്തേക്ക് ഇടാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. ഒത്തിരി വെട്ടിത്തിളച്ച് പോകണ്ട, അപ്പോൾ അരപ്പിന് കൊഴുപ്പ് കുറഞ്ഞു പോകും. തേങ്ങ അരച്ച് ചേർക്കുന്ന എല്ലാ കറികൾക്കും ഒത്തിരി തിളച്ച് പോയത് ഇതുപോലെ വരാൻ പാടുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് കടുക് വറുത്തിടാം. ഇനി നമുക്കിത് കടുക് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായി പൊട്ടി വരുന്നുണ്ട്. പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തായിട്ട് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ടാൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ അങ്ങ് തെറിച്ച് വരും. മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായ നല്ല ടേസ്റ്റിയുള്ള കറിയാണ്. ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, സമയവും
കുറച്ച് മതി, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് കമൻറ്റ്സ് എന്നെ അറിയിക്കേണ്ടതാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം.